ഡാഡി, ഞാൻ ഡാഡി വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞല്ല. പക്ഷെ ഡാഡിക്ക് വിഷമായിട്ടുണ്ടെങ്കിൽ സോറി. സോറി പറയാൻ വേണ്ടി എൻ്റെ മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാനും കുറേ ആലോചിച്ചപ്പോഴാണ് ഡാഡിക്ക് മനസ്സിലായത്, ഒരു ജനാധിപത്യ രാഷ്ട്രമല്ലേ, ആരാർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം പ്രായപൂർത്തിയായ എല്ലാവർക്കും ഉണ്ടല്ലോ. മോള് സോറി ഒന്നും പറയണ്ട. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ജസ്റ്റ് അങ്ങനെ. പക്ഷെ ഡാഡിക്ക് അത്ര ഫീൽ ആവും. ഡാഡിക്ക് ഇല്ല, ഡാഡി അത് കുറെ ആലോചിച്ചപ്പോൾ ഡാഡിക്ക് മനസ്സിലായി മോളെ ഭാഗമാണ് ശരിയെന്ന്. എൻ്റെ മോള് വളർന്നത് ഗവൺമെന്റ് അറിഞ്ഞിട്ടും ഞാൻ അറിയാതെ പോയി എന്നുള്ളതാ. ഒരു കാര്യം ചെയ്യ്, പോയി ഡാഡിക്ക് ഒരു അടിപൊളി ചായ എടുത്തുണ്ടെന്നേ. ആർക്കെങ്കിലും വേണോ? ഞാൻ വരാം, അല്ലെങ്കിൽ അവിടെ എല്ലാം നിരത്തും. എന്നാലും ഞാൻ ആലോചിക്കുമായിരുന്നു, ഇവിടെ നിന്നപ്പോ ഇല്ലാത്ത ഈ ബോധം ഈ ഗേറ്റ് കഴിഞ്ഞിട്ട് വന്നപ്പോ എങ്ങനെ തിരിച്ചു കിട്ടി? നീ റൊണാൾഡേ, എന്ത് ഇതൊരു സൈക്കോളജിക്കൽ മൂവ് എന്ന് പറയും. എന്ത് മൂവ്? ഈ രാഷ്ട്രീയത്തിൽ 10 തലയുള്ള രാവണൻ എന്ന് തന്നെ അറിയപ്പെടുന്നത് വെറുതെ അല്ലല്ലോ. അല്ല, അതിവിടെ പറയേണ്ട കാര്യമില്ല. അവളെ ഇപ്പം നല്ല പക്വതയുള്ള പെങ്കൊച്ച, കാര്യങ്ങൾ തിരിച്ചറിയാനും എങ്ങനെ പ്രവർത്തിക്കണം എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാനുള്ള ഒരു ബോധമുള്ളൊരു കുട്ടിയാണ്. ഈ സെന്റിമെന്റൽ ട്രാക്ക് പിടിക്കാതെ ദേഷ്യപ്പെടുകയോ വഴക്ക് പറയുകയോ ചെയ്താൽ എങ്ങാനും ഒരു വോട്ട് തരണമെന്ന് തോന്നി അത് താഴായി പോവുക. ഇതിപ്പോൾ ഈ സഹതാപത്തിൻ്റെ പേരിൽ ഒരു വോട്ട് തരണമെന്ന് തോന്നിയാലോ? നിങ്ങൾ 10 തലയുള്ള രാവണനല്ല, 100 തലയുള്ള പെരും രാവണൻ. ഡാഡി, ചായ റെഡി. വരുന്നു മോളെ.